Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് ആയില്ലല്ലോ. കുറച്ച് ഭാഗം കൂടി എടുക്കാനില്ലേ? Yes, ma'am. എവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? എത്ര എക്യുപ്മെന്റ്സ് പറഞ്ഞിരുന്നു? 26 വരെ. 26 വരെ ഫുള്ളും കഴിഞ്ഞു അല്ലെ? 26 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞുല്ലോ. 27 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ 27 തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ 27th ആണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. കണ്ടിട്ടുണ്ടോ മൈക്രോസ്കോപ്പ്? സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തുടങ്ങി നമ്മൾ കാണുന്നതന്നെ അല്ലെ? ലാബിലൊക്കെ പോകുമ്പോഴൊക്കെ കാണാറില്ലേ മൈക്രോസ്കോപ്പ്? അത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിലും ലാബുകളില് പലതരത്തിലുള്ള റിസർച്ചുകൾ കാര്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ലോകനിർണ്ണയങ്ങൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. The base is the support mechanism. ഒരു മൈക്രോസ്കോപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ? Then binocular microscope is a microscope with a head that has 2 eyepiece lens. അതിന്റെ ആ ഹെഡില് 2 ഐപീസ് ലെൻസുകൾ, അതായത് നമുക്ക് ഒറ്റ ഇതിലൂടെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ച് സ്ട്രെയിൻ കാര്യങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടി 2 ഐപീസ് ലെൻസുകൾ അതിന്റെ ഹെഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. At present, the binocular is generally used to refer to compound or high power microscope where the 2 eyepieces view through a single objective lens. ഈ എന്താ പറയുന്നത്? ഇപ്പൊ പ്രസന്റ് ആയിട്ട് കൂടുതലായും നമ്മുടെ കണ്ടുവരുന്ന അല്ലെങ്കിൽ സാധാരണയായി യൂസ് ചെയ്യുന്ന ബൈനോക്കുലർ മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹൈ പവർ ഉള്ള മൈക്രോസ്കോപ്പുകളാണ്. where the 2 eyepieces view through a single objective lens. ഈ 2 ഐപീസുകളിലൂടെയും നമ്മൾ വീക്ഷിക്കുമ്പോൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമുക്കത് വീക്ഷിക്കാൻ സാധിക്കുന്നത്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? ഒരു ബേസ് പാർട്ട് ഉണ്ട് അല്ലെ? ആ ഒരു ബേസ് പാർട്ട് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. അതുപോലെ അതിനൊരു ഹെഡ് ഭാഗമുണ്ട്. ആ ഹെഡിൽ എന്താണുള്ളത്? 2 ഐപീസ് ലെൻസുകളാണുള്ളത്. ഈ 2 ഐപീസ് ലെൻസുകളിലൂടെയും നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വീക്ഷിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് നമ്മൾ പ്രസന്റ് ആയിട്ട് ഏറ്റവും സാധാരണയായി യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഹൈ പവർ ഉള്ള മൈക്രോസ്കോപ്പുകളാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെൻട്രിഫ്യൂജ്. ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ലബോറട്ടറികളില് ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് കേട്ടോ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്. അതെ, ബ്ലഡ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിൽ, ഇപ്പൊ ബ്ലഡിലെ പ്ലാസ്മ അതുപോലെ വാട്ടർ ലെവൽ ഇതൊക്കെ നമുക്ക് ഒരുമിച്ചായിരിക്കും ഇരിക്കുക അല്ലെ? ആ ഫ്ലൂയിഡ്സിനെയൊക്കെ നമുക്ക് പല ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ കമ്പോണൻസ് ആയിട്ട് തിരിച്ചു വേണം ചെയ്യാനായിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കമ്പോണൻസ് ആയിട്ട് ബ്ലഡ് മാത്രമല്ല യൂറിൻ അങ്ങനെയുള്ള മറ്റു ഏതൊരു ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ലിക്വിഡ്സോ ഗ്യാസോ ഫ്ലൂയിഡ്സോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ ലിക്വിഡ്സ് ബേസ്ഡ് ഓൺ ദെയർ ഡെൻസിറ്റി. ഈ പറയുന്ന ഫ്ലൂയിഡ്സിന്റെ ആണെങ്കിലും ഗ്യാസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ലിക്വിഡ്സിന്റെ ആണെങ്കിലും അതിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയ്ക്ക് അനുസരിച്ച് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഫ്ലൂയിഡിലാണ്, ഒരു ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ ആ ഒരു ബ്ലഡോ മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്സ് എടുക്കുന്നതെങ്കിൽ അതിലെ കമ്പോണൻസിൽ ഹെവിയർ ആയിട്ടുള്ളത് ഏറ്റവും താഴെ വന്നു നിൽക്കും.
ആ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ. ഹെവിയർ ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും താഴെ, അതിനും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ എന്താണ് മിഡിലായിരിക്കും. ഏറ്റവും എന്താണ് ലൈറ്റ് ആയിട്ടുള്ളവയായിരിക്കും ഏറ്റവും മുകളിലായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഫ്ലൂയിഡിൽ നിന്ന് ഓരോ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ലാബുകളിൽ ലബോറട്ടറീസിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ബേസ്ഡ് ഓൺ their density. Then separation is attained by spinning a vessel that contains material at a high speed. ഇവിടെ എന്താ ചെയ്യുന്നത്? ആ ഒരു വെസൽ അല്ലെങ്കിൽ ഒരു പാത്രം പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും അതിനുള്ളിൽ നമുക്ക് ടെസ്റ്റ് ട്യൂബോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് നിറച്ച് ഈ ഒരു വെസലിലേക്ക് വെക്കുന്ന സമയത്ത് ഈ വെസൽ എന്ത് ചെയ്യുന്നു, ഹൈ സ്പീഡിൽ ഒരു ഉയർന്ന സ്പീഡിൽ ഇത് കറങ്ങും, റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ സ്പിൻ ചെയ്യാന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാനും കറങ്ങുക. അങ്ങനെ ഉയർന്ന സ്പീഡിൽ കറങ്ങുന്ന സമയത്താണ് ഇത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊപ്പൽസ് ഹെവിയർ മെറ്റീരിയൽസ് ടു ദ ലോവർ സൈഡ് ഓഫ് ദ വെസൽ. നമുക്ക് അവിടെ ലോവർ സൈഡ് കേട്ടോ. അപ്പൊ ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽ എപ്പോഴും താഴെ വന്ന സെഡിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ അടുക്കി കിടക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മളെ പട്ടിണി കളിക്കുമ്പോ എങ്ങനെയാണ്, ചെളിവെള്ളമൊക്കെ നമ്മളെ കളിച്ച് പിള്ളേരെ കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മള് എന്താണ് ചെളിവെള്ളത്തിൽ ഇങ്ങനെ അവര് വെള്ളം കലക്കി ചെളിയിൽ വെള്ളം കലക്കി ചെയ്യും കളിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നിങ്ങൾ കാണാറില്ലേ, ആ ചെളി താഴെ വന്നു മുകളിൽ ആ വാട്ടർ കണ്ടന്റ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്ലഡ് കമ്പോണൻസ് അത് മിക്സ് ആയിട്ടിരിക്കുകയായിരിക്കും. ബ്ലഡ് മാത്രമല്ല മറ്റേ ഏത് ഫ്ലൂയിഡ്സിന്റെ ആണെങ്കിലും അതിലുള്ള കമ്പോണൻസിനെ നമുക്ക് അതിന്റെ ഹെവി ആയിട്ടുള്ള ഭാഗം ഏറ്റവും അടിയിൽ ലോവർ സൈഡിലായിരിക്കും. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി നമ്മൾ ആ ഒരു ഹൈ സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കറക്കുന്ന സമയത്ത് ആ ഒരു ടെസ്റ്റ് ട്യൂബുകളിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ടെസ്റ്റ് ട്യൂബുകളിൽ ഏറ്റവും താഴെ ലോവർ സൈഡില് എന്ത് വന്നിട്ടുണ്ടാവും, ഹെവിയർ മെറ്റീരിയൽസ് അല്ലെ, ഏറ്റവും ഹെവി ആയിട്ടുള്ള വെയിറ്റ് കൂടിയ എന്താണ് ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽസ് ആയിരിക്കും. അതിനും കുറച്ചുകൂടി കുറഞ്ഞത് മിഡിൽ ഭാഗത്തായിരിക്കും. അതിനും ലൈറ്റ് ആയിട്ടുള്ളത് മുകൾ ഭാഗത്ത്. അപ്പൊ നമുക്ക് ഓരോ ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ സെൻട്രിഫ്യൂജ്. ക്ലിയർ ആണോ? ഓക്കെ. Then next 29th mini rotary shaker എന്നാണ് കേട്ടോ. മിനി റോട്ടറി ഷേക്കർ കേട്ടോ. It helps to mix fluids in test tubes and glass vessels of different volumes. പല വോളിയത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെസലിലോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിലോ പല വോളിയത്തിൽ എടുത്തിരിക്കുന്ന ഫ്ലൂയിഡ്സിനെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ. നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ലബോറട്ടറികളിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർച്ചുകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. These shakers find application in pathology. പാത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി മുതലായിട്ടുള്ള ശാസ്ത്രശാഖകളുടെ പഠനത്തിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ റിസർച്ചുകൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടൊക്കെ നമ്മൾ കൂടുതലും പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മിനി റോട്ടറി ഷേക്കർ എന്ന് പറയുന്നത്. അത് എപ്പോഴും ഡിഫറെന്റ് വോളിയത്തിൽ എടുത്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ട്യൂബിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെസലില് ഡിഫറെന്റ് വോളിയത്തിൽ എടുത്തിരിക്കുന്ന ഫ്ലൂയിഡ്സിനെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടില് ഷേക്കർ ഉണ്ടാവും അല്ലെ. നമ്മുടെ വീടുകളിലെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മിക്സിയുമായി ബന്ധപ്പെട്ടുള്ള ഷേക്കേഴ്സ് അല്ലെ, ഷേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ് ജാർ അല്ലെങ്കിൽ ബൗൾസോ കാര്യങ്ങളോ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ ഇവിടെയും എന്താണ് പലതരത്തിലുള്ള ഫ്ലൂയിഡ്സ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പല രീതിയിൽ പല ശാസ്ത്രശാഖകളിലും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്റ്റഡീസിന് വേണ്ടി പാത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി മുതലായിട്ടുള്ള എല്ലാ ശാസ്ത്രശാഖകളിലും അവരുടെ ഗവേഷണത്തിനായിട്ട് ഈ പഠനത്തിനായിട്ട് പലതരത്തിലുള്ള ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ മിക്സ് ചെയ്യാനായിട്ട് ഈ പറയുന്ന മിനി റോട്ടറി ഷേക്കർ എന്ത് ചെയ്യുന്നത് ആപ്ലിക്കബിൾ ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി മിനി റോട്ടറി ഷേക്കർ. ക്ലിയർ ആണോ?
Okay. Then next വരുന്നത് treadmill test or cardiac stress test. കേട്ടിട്ടുണ്ടോ? treadmill test എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ്? treadmill കണ്ടിട്ട് കാണാത്തവരുണ്ടാവില്ല അല്ലെ? നമ്മൾ എക്സസൈസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉപകരണം കാണാത്തവരുണ്ടാവില്ല. ഇവിടെ നമ്മൾ treadmill test അല്ലെങ്കിൽ cardiac stress എന്ന് പറയുന്നത് ഹൃദയ സമ്മർദ്ദ പരിശോധന എന്ന് പറയാം അല്ലെ? Also known as cardiac stress test. This is a cardiological test that evaluate the heart capacity to respond to external stress in a controlled clinical environment. ഒരു controlled clinical environment. നിങ്ങൾക്ക് ആ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ, പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? പിക്ചർ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റിൽ, ഒരു കൺട്രോൾഡ് അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ, ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു പ്രധാന ഒരു ഉപകരണമാണ് ത്രെഡ്മില്ല്. നമ്മുടെ ത്രെഡ്മില്ല്, സാധാ ത്രെഡ്മില്ലിന്റെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി അല്ലെ, ആ ഒരു ഹാർട്ടിന്റെ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട്, ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് വരുന്ന സമയത്ത്, ഒരു സമ്മർദ്ദം വരുന്ന സമയത്ത് അതിനോട് ആ ഹാർട്ട്, അവരുടെ ഹൃദയം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും, ഇനി ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും ഹൃദ്രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇപ്പൊ നിലവിൽ അവരുടെ ഹാർട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു treadmill test അല്ലെങ്കിൽ cardiac stress test വഴി മനസ്സിലാക്കാൻ പറ്റും. Then this stress response is pursued by excite or by drug stimulation. ഇനി ഇത് എങ്ങനെയാണ്? ഒരു ഡ്രഗ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഉത്തേജനം. അപ്പൊ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു മരുന്നിന്റെ ഉത്തേജനത്താല് ഒരു സ്ട്രെസ് റെസ്പോൺസ്, ഒരു സമ്മർദ്ദ പ്രതികരണം ആ ഒരു ഹാർട്ടിന് തരും. ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. ഈ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു നിയന്ത്രിതമായ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ആ ഒരു വ്യക്തി, ആ ഒരു പിക്ചർ നോക്കി തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ ബോഡിയിൽ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്? ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇലക്ട്രോഡ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയാണ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത്, ഘടിപ്പിക്കുന്നത്? ശരീരത്തില് ECG മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? അവരുടെ ECG അതേ സമയം, അതായത് ഇവര് ഈ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിർത്തുന്ന സമയം വരെ ഇവരുടെ ECG കൃത്യമായിട്ട് അവിടെ ആ റൂമിൽ ആ വ്യക്തി മാത്രമല്ല കേട്ടോ, ഒരു കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജി നേഴ്സോ ഉണ്ടായിരിക്കും. അവരുടെ പ്രസൻസിലാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഹാർട്ടിന്റെ ECG കൃത്യമായിട്ട് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അതുകൂടാതെ അവരുടെ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവരുടെ ഹാർട്ട് എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്ത്, ശരിക്കും ഒരു എക്സസൈസ് തന്നെയാണ്. ആ ഒരു എക്സസൈസ് ആ ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അധികം സ്പീഡ് ഉണ്ടാവില്ല. പതുക്കെ വളരെ സ്ലോ ആയിട്ട് സ്പീഡ് കൂട്ടി കൊണ്ടുവന്ന് അവർക്ക് എത്ര ഇനി ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഇത്ര പരിധി ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ചിലര് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യും. അങ്ങനെയുള്ളവരാണെങ്കിലോ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്നവർ നമുക്കറിയാം, അവരുടെ ഹാർട്ട് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലെ? ചിലർക്ക് എന്ത് ചെയ്യും? ഒരുപാട് സ്പീഡൊക്കെ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരാണ്. എപ്പോഴാണോ അവർ നിർത്തുന്നത്? ചിലവര് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിർത്തുന്നവരുണ്ടാവും. ചിലവർ ആ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? അവർക്ക് പറ്റാത്തവരാണെങ്കിൽ ഇവർ ആ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യും? നിർത്തും. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ആ ഒരു അത്രയും നേരത്തെ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവരുടെ ഹാർട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന രീതിയിലുള്ള ECG മോണിറ്റർ ചെയ്തിരിക്കുന്നതിനനുസരിച്ചുള്ള റെക്കോർഡുകളും കാര്യങ്ങളും പരിശോധിച്ച് ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ അവരുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സമ്മർദ്ദം കൊടുക്കുമ്പോൾ അവരുടെ ഹാർട്ട് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് വഴി മനസ്സിലാക്കാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ,
നെക്സ്റ്റ് വരുന്നത് ഗ്ലൂക്കോമീറ്റർ. ഇത് കാണാത്തവരുണ്ടാവില്ല അല്ലെ, മിക്കവരുടെയും വീടുകളിലുള്ള ഒരു ഉപകരണം കൂടിയാണ് ഗ്ലൂക്കോമീറ്റർ അല്ലെ. എന്തിനു വേണ്ടിയാ ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്? ആരും നമ്മൾ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്തിനു വേണ്ടിയാ ഗ്ലൂക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ അല്ലെ, ബ്ലഡിലെ ഷുഗർ ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് തന്നെ എന്താണ്, ഗ്ലൂക്കോസ് മീറ്റർ is a medical equipment which is used to determine the proper concentration of glucose in the blood. ബ്ലഡിലെ രക്തത്തിലെ ശരിയായ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ശരിയായുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണമാണ് ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ. ഒരു ഗ്ലൂക്കോസ് പേപ്പർ ഉണ്ടാവില്ലേ, ഇപ്പൊ ആ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഗ്ലൂക്കോസ് പേപ്പർ അല്ലെ, ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു ഷീറ്റ് വെച്ചല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതിലേക്ക് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ഒഴിക്കുന്നത് അല്ലെ. അത് തന്നെ അപ്പൊ ഒരു ഗ്ലൂക്കോസ് പേപ്പർ, ഒരു ഷീറ്റ് ഓഫ് ഗ്ലൂക്കോസ്, ഒരു പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ ഉണ്ടായിരിക്കും ഇമേഴ്സ്ഡ് ഇൻടു എ സബ്സ്റ്റൻസ്. നമ്മുടെ ആ ഒരു ബ്ലഡ് എന്ത് ചെയ്യും, അതിലേക്ക് ഒന്ന് മുക്കും അല്ലെ, ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് മുക്കും. Then a substance are measured to the glucose chart. ഇനി അത് എന്ത് ചെയ്യുന്നു, ആ ഗ്ലൂക്കോസ് ചാർട്ട് വെച്ച് ആ ഒരു ഉപകരണം മെഷർ ചെയ്ത് ഈ തന്നിരിക്കുന്ന ബ്ലഡില് എത്രത്തോളം ഗ്ലൂക്കോസ് ലെവൽ ഉണ്ട് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു അല്ലെ. അപ്പൊ ഒരു ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്ലൂക്കോസ് മീറ്റർ. അതില് ഒരു പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ ഉണ്ടായിരിക്കും. ആ പേപ്പർ നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഇമേഴ്സ് ചെയ്യുന്നതിൽ മുക്കുന്നു. അതിനുശേഷം അവർ ആ ഒരു ഗ്ലൂക്കോസ് ചാർട്ടിൽ വെച്ചിട്ട് അനലൈസ് ചെയ്ത് ആ ഒരു ഉപകരണത്തിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ബ്ലഡിലുള്ള കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ. ക്ലിയർ അല്ലേ? ഗ്ലൂക്കോമീറ്റർ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇൻഫ്യൂഷൻ പമ്പ്. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഉപകരണം നമ്മൾ മുൻപ് പഠിച്ചോ? ഇൻഫ്യൂഷൻ പമ്പ് പോലത്തെ തന്നെ പഠിച്ചോ? ഓർക്കുന്നുണ്ടോ? സിറിഞ്ച് പമ്പ് അല്ലെ. അപ്പൊ ഇതിന് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട്. സിറിഞ്ച് പമ്പ് ആണെങ്കിലും ഇൻഫ്യൂഷൻ പമ്പ് ആണെങ്കിലും ഫ്ലൂയിഡ്സോ മെഡിസിൻസോ ഒക്കെ നമ്മള് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സിറിഞ്ച് പമ്പ് ആകുമ്പോൾ വളരെ ഷോർട്ട് എമൗണ്ടില്, വളരെ കുറഞ്ഞ എമൗണ്ടില് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി, ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇൻഫ്യൂഷൻ പമ്പില് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു കൺട്രോൾഡ് ലെവലോ ചെറിയ അളവിൽ മാത്രം ഒന്നും കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതി ഒന്നുമില്ല. നമുക്ക് ഇവിടെ കുറച്ച് എമൗണ്ട് കൂടുതലാണെങ്കിൽ, ആവശ്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമാണ്. സിറിഞ്ച് പമ്പ് ആകുമ്പോൾ ഇവിടെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വളരെ ചെറിയ അളവിൽ സ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫ്ലൂയിഡ്സോ മെഡിസിൻസോ ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് സിറിഞ്ച് പമ്പാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് മരുന്നുകൾ കൊടുക്കും. വളരെ ചെറിയ രീതിയിലുള്ള ഡോസ് ആയിട്ട് കൊടുക്കുന്നത്. ഒറ്റയടിക്കാൻ നമ്മൾ ഒരുപാട് കൊടുക്കാൻ പാടില്ല അല്ലെ. അതുപോലെ ചെറിയ രീതിയിൽ അപ്പൊ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യും, മറ്റെന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് വരാം. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ഷോർട്ട് എമൗണ്ടില് സ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മരുന്നുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നതാണ് സിറിഞ്ച് പമ്പ്. ഇൻഫ്യൂഷൻ പമ്പിന്റെയും എന്താണ് ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ്. ആൻഡ് ഇൻഫ്യൂഷൻ പമ്പ് ഇൻജെക്ട്സ് ഫ്ലൂയിഡ്സ്, മെഡിക്കേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻടു എ പേഷ്യന്റ് സർക്കുലേറ്ററി സിസ്റ്റം. ഒരു പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, ന്യൂട്രിയൻസ്, പോഷകങ്ങളോ മരുന്നുകളോ ദ്രാവകങ്ങളോ ഇൻജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുത്തിവെക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവീനിയസ്ലി. നമ്മൾ ഞരമ്പുകളിലൂടെ ഇത് കൊടുക്കാം അല്ലെ. ആൻഡ് ഓൾദോ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ചർമ്മത്തിന് പുറമെ, ആൻഡ് ആർട്ടീരിയൽ നമ്മുടെ ധമനികളിലൂടെ, ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എന്താണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്, നമ്മുടെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള അറൌണ്ട് ഏരിയ, സ്പൈനൽ കോഡിന്റെ ചുറ്റുമുള്ള ഏരിയാസ്. ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ ഒക്കെ കൊടുക്കില്ലേ,
ഏത് ഭാഗത്താണ് അനസ്തീഷ്യ കൊടുക്കുന്നത്? ആർക്കും അറിയില്ലേ? ആർക്കെങ്കിലും ചെയ്യുന്നതെങ്കിലും ആ സ്പൈനൽ കോഡിന്റെ ഭാഗത്തല്ലേ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു സ്പൈനൽ കോഡിന്റെ ആ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ആർട്ടറീസ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ചർമ്മത്തിന് പുറമെയോ അല്ലെങ്കിൽ ഇൻട്രാവെനസ് നമ്മുടെ വെയിൻസിലൂടെ അല്ലെ നമ്മുടെ ഞരമ്പുകളിലൂടെയോ ഒക്കെ നമുക്ക് ഈ ഒരു ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൂയിഡ്സ് ദ്രാവകങ്ങളോ മരുന്നുകളോ പോഷകങ്ങളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻജക്ട് ചെയ്ത് അല്ലെങ്കിൽ കുത്തിവെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഇൻഫ്യൂഷൻ പമ്പ് പേരാണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഇനി പറയുന്നത് മൂന്നും നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നതാണ് എക്സ്റേ അല്ലെ? നമ്മൾ പഠിച്ചതല്ലേ എക്സ്റേ? X-ray is a swift, pain-free procedure that is done to make images of the structures within the body, especially the bones. ഇനി X-ray എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തില് ഒരു പെയിൻ ഫ്രീ അല്ലെ? പെയിൻ ഫ്രീ എന്ന് പറയുന്നത് വേദനരഹിതമായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് അല്ലെ? That is done to make images of the structures within the body. നമ്മുടെ ശരീരത്തിനുള്ളിലെ ഘടനകളെ കുറിച്ച് പ്രത്യേകിച്ച് എസ്പെഷ്യലി ദ ബോൺസ് അല്ലെ? ബോൺസിനെ കുറിച്ച് അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലെ മറ്റു ഘടനകളെ കുറിച്ചുള്ള ചിത്രങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു നടപടിക്രമമാണ് എക്സ്റേ എന്ന് പറയുന്നത്. ഒരു എക്സ്റേ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിലും അതുപോലെ തന്നെ വേദനരഹിതമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡിയുടെ പ്രധാനമായിട്ടും നമുക്ക് ബോൺസിന്റെ ഒക്കെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇമേജസ് എടുക്കാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കി. എക്സ്റേ ക്ലിയർ ആണോ? നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? നമ്മൾ പഠിച്ച കാര്യം കൂടിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് CT സ്കാൻ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ? എ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ഓർ എ CT സ്കാൻ യൂട്ടിലൈസസ് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻസ് ഓഫ് many X-ray measurements taken from various angles to make cross-sectional images of particular areas of a scanned object, permitting the user to observe inside the object without peering. എന്താ പറയുന്നത്? CT സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ അല്ലെ? മറ്റൊരു പേര് എക്സ്പാൻഡഡ് ഫോം ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ യൂട്ടിലൈസസ് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻസ് ഓഫ് മെനി എക്സ്റേ മെഷർമെന്റ്സ് taken from various angles. എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എക്സ്റേ പോലെ തന്നെ എക്സ്റേയുടെ അതേ പ്രൊസീജിയർ തന്നെയാണ് CT സ്കാനും ചെയ്യുന്നത്. പിന്നെ എന്താണ് അവിടെ ഒരു വ്യത്യാസം? നമ്മൾ അവിടെ എക്സ്റേയിൽ ഒരൊറ്റ ആംഗിളിൽ നിന്നുള്ള ഒരൊറ്റ പിക്ചറാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ CT സ്കാനുകൾ വരുമ്പോ എക്സ്റേ പല ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ പല കോണുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്റേ മെഷർമെന്റ് എടുക്കുന്നു. പല ആംഗിളിൽ നിന്നാണ് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിനെ പല ആംഗിളിൽ നിന്ന് പല കോണുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റേ മെഷർമെന്റുകൾ എടുത്ത് അത് കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ക്രോസ് സെക്ഷണൽ ഇമേജ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഇമേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. Permitting the user to observe inside the object without tearing. Tearing എന്ന് പറഞ്ഞാൽ കീറുക. അപ്പൊ ഈ ഒരു CT സ്കാൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരിക്കലും നമ്മുടെ ബോഡി കീറിയിട്ടൊന്നും അല്ല അതിനുള്ളിലുള്ള ഭാഗങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് അല്ലെ? ഒരിക്കലും ആ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ കീറി മുറിക്കാതെ അല്ലെങ്കിൽ കീറാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബോഡിയിലുള്ളിലുള്ള ഇൻസൈഡ് അല്ലെ അവരുടെ ആ ഒരു ബോഡിയുടെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് CT സ്കാൻ. CT സ്കാനില് എക്സ്റേ പോലെ തന്നെയാണ്, പക്ഷെ ഒരു സിംഗിൾ ആംഗിളിൽ നിന്നല്ല എടുക്കുന്നത്. പല മൾട്ടിപ്പിൾ ആംഗിളുകളിൽ നിന്ന് പല വേരിയസ് ആംഗിളുകളിൽ നിന്ന് അല്ലെങ്കിൽ കോണുകളിൽ നിന്ന് എടുക്കുന്ന മെഷർമെന്റുകൾ നമ്മൾ കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ചെയ്തതുകൊണ്ട്
ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷണൽ ഇമേജുകൾ ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് കിട്ടുകയും അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് രോഗനിർണയം നടത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ ഈ ഒരു CT സ്കാനിൽ യാതൊരു മുറിവുകളോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകുന്നില്ല അല്ലെ. യാതൊരു കീറി മുറിക്കാതെ തന്നെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ ആന്തരികമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് ഈ CT സ്കാൻ വഴി സാധിക്കും. വേഗം ഒന്ന് വായിച്ചേ CT സ്കാൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് MRI അല്ലെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ചോദിക്കാറുണ്ട് MRIയുടെ എക്സ്പാൻഡഡ് ഫോം കേട്ടോ. മാഗ്നറ്റിക് resonance imaging. Make sure of a large magnet and radio waves to observe organs, structures inside the body. എന്ത് ചെയ്യുന്നു? ആ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജുകളിൽ MRI വഴി നമുക്ക് ഒരു ലാർജ് മാഗ്നറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ബോഡിയുടെ അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ ഘടനയെ എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് MRI സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ MRI എന്ന് പറയുന്ന മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മേക്ക് ഷുവർ ഓഫ് ലാർജ് മാഗ്നറ്റ്. എപ്പോഴും എന്തുണ്ടാവും? ഒരു ലാർജ് മാഗ്നറ്റും റേഡിയോ വേവ്സിന്റെയും സഹായത്തോടുകൂടി നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ഘടനയെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്കിത് സഹായകമാകുന്നുണ്ട്. Then healthcare professional make use of MRI scans to diagnose various of conditions that occur. ഇനി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഈ MRI സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയോ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട രോഗനിർണയത്തിനാണ് MRI സ്കാൻ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then bones and joints-മായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി, ബ്രസ്റ്റ് ക്യാൻസേഴ്സ് പോലെയുള്ളവ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then heart and blood vessels, ഹാർട്ടും ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രോഗനിർണയങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഹെൽത്ത് പ്രൊഫഷണൽസ് ഈ ഒരു MRI ഉപയോഗിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി MRI. ക്ലിയർ ആണോ? ഓക്കെ. 36 നോക്കിയേ, ഓട്ടോക്ലേവ്. ഇത് നമ്മൾ പഠിച്ച ഉപകരണമാണ് അല്ലെ. An autoclave is a mechanical device that uses high temperature, steam and pressure to destroy microorganisms such as bacteria, virus, fungus and spores on items that are put inside its pressure vessel. Autoclaves are commonly used as steam sterilizers in healthcare, laboratory, food and pharmaceutical industries. എന്താ ഒരു ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്? ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് അല്ലെ, ഒരു മെഷീൻ ആണ് അല്ലെ. ഇത് that uses high temperature, ഉയർന്ന ടെമ്പറേച്ചറിലുള്ള സ്റ്റീം അല്ലെങ്കിൽ നീരാവിയും പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് ആ വെസലിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ വെസൽ, ആ ഒരു പാത്രത്തിനുള്ളിലേക്ക് വെക്കുന്ന എല്ലാ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഉപകരണങ്ങളെയും അതിലുള്ള ബാക്ടീരിയാസിനെ, അതുപോലെ വൈറസ്, ഫംഗസ്, സ്പോർസ് എന്ന് പറഞ്ഞാൽ ബീജകോശങ്ങള്, ഇതിനെല്ലാത്തിനെയും എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയുന്ന ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ് അല്ലെ. സ്റ്റെറിലൈസേഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഓട്ടോക്ലേവ് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അതിനുള്ളിലെ പ്രഷർ വെസലിലേക്ക് നമ്മൾ ഈ പറയുന്ന ഉപകരണങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ അതിലുള്ള മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോർസ് എന്ന് പറഞ്ഞ ബീജകോശങ്ങളാണ് കേട്ടോ. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? നശിപ്പിച്ച് കളയുന്ന ഒരു ഉപകരണമാണ്. സ്റ്റെറിലൈസേഷൻ നടത്തി നശിപ്പിച്ച് കളയുന്നു. അതിനുവേണ്ടി ആ ഒരു ഉപകരണത്തില് ഹൈ ടെമ്പറേച്ചറിലെ നീരാവിയും പ്രഷറും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നശിപ്പിക്കുന്നത്.
പറയുന്നത്. Then autoclaves are commonly used. പ്രധാനമായിട്ടും autoclaves ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? Steam sterilization വേണ്ടിയാണ് അല്ലെ? നീരാവി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റെറിലൈസേഷന് വേണ്ടിയാണ് നമ്മൾ autoclaves ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയില്, ലബോറട്ടറികളില്, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി മുതലായവരിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം കൂടിയാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ആസ് എ സ്റ്റീം സ്റ്റെറിലൈസർ, സ്റ്റീം സ്റ്റെറിലൈസർ എന്ന നിലയിലാണ് അതിൽ പറയുന്ന ഓരോ ഇൻഡസ്ട്രികളിലും യൂസ് ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഓട്ടോക്ലേവ്. ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കുറച്ച് ഭാഗം കൂടിയുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ഉള്ള സമയത്ത് നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Ma'am.